ഹായ് എവരി വൺ. 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള എ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന ഒരു കഥയും അതുമായി ബന്ധപ്പെട്ട അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന ആളുടെ ഇന്റർവ്യൂ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പാഠഭാഗത്തിൽ വരുന്ന ആക്ടിവിറ്റീസും ചില ചോദ്യങ്ങളുടെ ഉത്തരവുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പാഠഭാഗത്തിന്റെ സൈഡിലായിട്ട് കൊടുത്ത ചില ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ചോദ്യങ്ങൾ എന്താണെന്നും അവയുടെ ഉത്തരങ്ങൾ എന്താണെന്നും നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇമ്പാക്ട് ഡിഡ് ഹിസ് ഫാദേഴ്സ് ഡെത്ത് ഹാവ് ഓൺ ബബ്ലൂസ് ഫാമിലി? അച്ഛന്റെ മരണം ബബ്ലുവിന്റെ കുടുംബത്തെ എങ്ങനെ ബാധിച്ചു? എന്താണ് ഉത്തരം? ബബ്ലൂസ് ഫാദേഴ്സ് ഡെത്ത് മെയ്ഡ് ഹിസ് മദർ സ്ട്രഗിൾ ടു സപ്പോർട്ട് ഹെർ ഫാമിലി. സോ ബബ്ലു ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ ടു ഗെറ്റ് എ ജോബ് ടു ഹെൽപ്പ് ഹിസ് മദർ ഔട്ട്. അച്ഛന്റെ മരണം ബബ്ലുവിന്റെ അമ്മയെ കുടുംബം പോറ്റാൻ ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ അമ്മയെ സഹായിക്കാൻ ഒരു ജോലി കണ്ടെത്താൻ ബബ്ലു സ്കൂൾ പഠനം ഉപേക്ഷിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ട്രൈറ്റ്സ് ഓഫ് ബബ്ലു ഇംപ്രസ് യു? ബബ്ലുവിന്റെ ഏത് സ്വഭാവവിശേഷങ്ങളാണ് നിങ്ങളെ ആകർഷിച്ചത്? എന്താണ് ഉത്തരം? ഹിസ് ലവ് ഫോർ ഹിസ് മദർ ആൻഡ് അതേഴ്സ് ഇൻ ദ ഫാമിലി, ഹിസ് വില്ലിംഗ്നെസ് ടു വർക്ക് ആസ് എ ബസ് ബോയ്, ഹിസ് ഹാർഡ് വർക്ക് ബൈ വിച്ച് ഹി ബിക്കംസ് വേൾഡ് ആൻഡ് ലേറ്റർ ടേക്കിംഗ് ഓവർ മോർഗേജ് ഓഫ് ദി വർക്ക്ഷോപ്പ് ഇംപ്രസ് മീ. അമ്മയോടും കുടുംബത്തിലെ മറ്റുള്ളവരോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം, ബസ് ബോയ് ആയി ജോലി ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ സന്നദ്ധത, വെൽഡറായി മാറാനുള്ള അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം, പിന്നീട് വർക്ക്ഷോപ്പിന്റെ പണയം ഏറ്റെടുക്കൽ എന്നിവ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ വുഡ് ദി എക്സോബിറ്റന്റ് പ്രൈസ് ഓഫ് സാനിറ്ററി നാപ്കിൻസ് എഫക്ട് ദി ഫാമിലി ബഡ്ജറ്റ്? സാനിറ്ററി നാപ്കിനുകളുടെ അമിത വില കുടുംബ ബജറ്റിനെ എങ്ങനെ ബാധിക്കും? എന്താണ് ഉത്തരം? ദ എക്സോബിറ്റന്റ് പ്രൈസ് ഓഫ് സാനിറ്ററി നാപ്കിൻസ് വുഡ് വെരി അഡ്വൈസ്ലി എഫക്ട് ദ ഫാമിലി ബഡ്ജറ്റ്. A napkin packet containing just 10 pairs costs Rs 40. If Gauri and Shalu were to buy napkins every month, they would not have money to buy even milk, let alone curd and ghee. സാനിറ്ററി നാപ്കിനുകളുടെ അമിത വില കുടുംബ ബജറ്റിനെ വളരെ പ്രതികൂലമായി ബാധിക്കും. വെറും 10 പാഡുകൾ മാത്രമുള്ള ഒരു നാപ്കിൻ പാക്കറ്റിന് 40 രൂപ വിലയാകും. ഗൗരിയും ശാലുവും എല്ലാ മാസവും നാപ്കിൻ വാങ്ങുകയാണെങ്കിൽ തൈരും നെയ്യും വാങ്ങാൻ അവരുടെ കൈവശം പണം ഉണ്ടാകില്ല. പാല് പോലും അവർക്ക് വാങ്ങാൻ കഴിയാതെ വരും എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡി ക്വസ്റ്റ്യൻ, വൈ വാസ് ബബ്ലു ഡിറ്റർമിൻഡ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രൊജക്ട്? വാട്ട് വാസ് ഇറ്റ്? ബബ്ലു പുതിയൊരു പദ്ധതി തുടങ്ങാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? എന്തായിരുന്നു ആ പ്രൊജക്ട്? ഉത്തരം എന്താ? Bablu was determined to start a new project because he saw the village women, including his wife and sister, using unhygienic rags during their menstrual periods. The cost of sanitary napkins was unaffordable for many. He wanted to make sanitary pads at an affordable price. തന്റെ ഭാര്യയും സഹോദരിയും ഉൾപ്പെടെയുള്ള ഗ്രാമീണ സ്ത്രീകൾ ആർത്തവ സമയത്ത് വൃത്തിഹീനമായ തുണിക്കഷ്ണങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടതിനാലാണ് ബബ്ലു പുതിയൊരു പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചത്. സാനിറ്ററി നാപ്കിനുകളുടെ വില പലർക്കും താങ്ങാനാവാത്തതായിരുന്നു. താങ്ങാവുന്ന വിലയിൽ സാനിറ്ററി പാഡുകൾ നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി റെസ്പോൺസ് ഓഫ് ബബ്ലൂസ് ഫാമിലി ടു ഹിസ് എക്സ്പെരിമെന്റ്സ്? ബബ്ലുവിന്റെ പരീക്ഷണങ്ങളോട് കുടുംബത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളതാണ്. ദ റെസ്പോൺസ് ഓഫ് Bablu family to his experiment was negative. His mother beseeched him to stop the experiments, saying that the whole family would be disgraced by his sordid interest in women's menstrual cycles. Menstruation was a taboo subject in the village. ബബ്ലു കുടുംബത്തിന്റെ പരീക്ഷണങ്ങളോടുള്ള പ്രതികരണം നിഷേധാത്മകമായിരുന്നു. സ്ത്രീകളുടെ ആത്മചക്രത്തിലുള്ള അദ്ദേഹത്തിന്റെ നീചമായ താല്പര്യം മുഴുവൻ കുടുംബത്തെയും അപമാനിക്കുമെന്ന് പറഞ്ഞ് പരീക്ഷണങ്ങൾ നിർത്താൻ അമ്മ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. ഗ്രാമത്തിൽ ആർത്തവം ഒരു നിഷിദ്ധ വിഷയമായിരുന്നു. ആരും സംസാരിക്കാത്തൊരു വിഷയമായിരുന്നു ആർത്തവം എന്ന് പറയുന്നത്. അതുകൊണ്ട് മാനക്കേട് അല്ലെങ്കിൽ അപമാനം വരുമെന്ന് വിചാരിച്ചിട്ട് അമ്മ അത് നിർത്താൻ പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി റെസ്പോൺസ് ഓഫ് ദി വില്ലേജേഴ്സ് ടു ബബ്ലൂസ് എക്സ്പെരിമെന്റ്സ്? വാട്ട് യു തിങ്ക് ഓഫ് ദെയർ ആറ്റിറ്റ്യൂഡ്? ബബ്ലുവിന്റെ പരീക്ഷണങ്ങളോട് ഗ്രാമീണരുടെ പ്രതികരണം എന്തായിരുന്നു? അവരുടെ മനോഭാവത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, ചിന്തിക്കുന്നത്? എന്താണ് ഉത്തരം? ദ ന്യൂസ് ഓഫ് ദി എക്സ്പെരിമെന്റ്സ് വാസ് സ്പ്രെഡിംഗ് ഇൻ ദി വില്ലേജ്. ദ വില്ലേജേഴ്സ് entangled the whole family in a mesh of coarse whispers and rude glances. Their attitude shows their lack of education and ignorance about hygiene. പരീക്ഷണങ്ങളെ കുറിച്ചുള്ള വാർത്ത ഗ്രാമത്തിൽ പടർന്നു. ഗ്രാമവാസികൾ മുഴുവനും കുടുംബത്തെയും പരുഷമായ കുശുശുകളെയും പരുഷമായ നോട്ടങ്ങളെയും വിലയിൽ കുടുക്കി. ശുചിത്വത്തെ കുറിച്ചുള്ള അവരുടെ മനോഭാവം അവരുടെ വിദ്യാഭ്യാസമില്ലായ്മയും അജ്ഞതയും ഇത് കാണിക്കുന്നു. അപ്പൊ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, അതുകൊണ്ട് ശുചിത്വത്തെ കുറിച്ച് വിവരമില്ല. ഇതുകൊണ്ടായിരുന്നു അവരങ്ങനെ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ വാസ് ബബ്ലു ഡിറ്റർമിൻഡ് ടു കണ്ടിന്യൂ ഹിസ് എക്സ്പെരിമെന്റ്സ് ഈവൻ അഗെയിൻസ്റ്റ് ഹിസ് ഫാമിലീസ് വിഷസ്? കുടുംബത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി പോലും ബബ്ലു തന്റെ പരീക്ഷണങ്ങൾ തുടരാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? എന്താണ് ഉത്തരം? ബബ്ലു വാസ് ഡിറ്റർമിൻഡ് ടു കണ്ടിന്യൂ വിത്ത് ഹിസ് എക്സ്പെരിമെന്റ്സ് ഈവൻ അഗെയിൻസ്റ്റ് ഹിസ് ഫാമിലീസ് വിഷസ് ബിക്കോസ് he was driven by the desire to help women to get sanitary pads at an affordable price.
He knew using unhygienic rags during their menstrual cycle would seriously jeopardize their health. എന്താണ് സ്ത്രീകൾക്ക് താങ്ങാവുന്ന വിലയിൽ സാനിറ്ററി പാഡുകൾ ലഭ്യമാക്കാൻ സഹായിക്കുക എന്ന ആഗ്രഹത്താൽ പ്രേരിതനായി കുടുംബത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി പോലും തന്റെ പരീക്ഷണങ്ങൾ തുടരാൻ ബബ്ലു തീരുമാനിച്ചു. ആർത്തവ ചക്രത്തിൽ വൃത്തിഹീനമായ തുണിക്കഷ്ണങ്ങൾ ഉപയോഗിക്കുന്നത് അവരുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ബബ്ലൂസ് പ്ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്റ്റോറി. കഥയുടെ അവസാനം ബബ്ലുവിന്റെ ദുരവസ്ഥ എന്താണെന്ന് വിവരിക്കുക. എന്താണ്? Since his family was against his experiments, he decided to conduct experiments on himself and not on others. With the help of a friend, he collected some blood. Using a rubber tube, he experimented with the napkins himself. One day, Leda, his neighbor's daughter, happened to see this. The next day, all kinds of rumors spread over the small town. Unable to suffer the humiliation, Bablu's wife left him. കുടുംബം തന്റെ പരീക്ഷണങ്ങൾക്കെതിരായിരുന്നതിനാൽ മറ്റുള്ളവരിൽ പരീക്ഷണം നടത്താതെ സ്വയം പരീക്ഷണം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ അദ്ദേഹം കുറച്ച് രക്തം ശേഖരിച്ചു. ഒരു റബ്ബർ ട്യൂബ് ഉപയോഗിച്ച് അദ്ദേഹം നാപ്കിനുകളിൽ സ്വയമായിട്ട് പരീക്ഷണം നടത്തി. ഒരു ദിവസം അയൽക്കാരന്റെ മകളായ ലത ഇത് കാണാനിടയായി. അടുത്ത ദിവസം ചെറിയ ആ പട്ടണത്തിൽ എന്ത് ചെയ്തു? എല്ലാത്തരം കിംവദന്തികളും പരന്നു. അവരെ കുറിച്ച് ആൾക്കാർ പറയാൻ തുടങ്ങി. അപമാനം സഹിക്കാൻ വയ്യാതെ ബബ്ലുവിന്റെ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. ഇനി ഈ പാഠഭാഗത്ത് ലെറ്റ്സ് റീവൈൻഡ് എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ? വൈ ഡു ബബ്ലൂസ് നെയ്ബേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ഡിസേർഡ് ഹിം? എന്തുകൊണ്ടാണ് ബബ്ലുവിന്റെ അയൽക്കാരും സുഹൃത്തുക്കളും അയാളെ ഉപേക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ്? എന്താണ് ഉത്തരം? ബബ്ലൂസ് നെയ്ബേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ഡിസേർഡ് ഹിം ബിക്കോസ് ഓഫ് ഹിസ് ഒബ്സഷൻസ് വിത്ത് മേക്കിംഗ് ചീപ്പർ സാനിറ്ററി നാപ്കിൻസ് ഫോർ വുമൺ. The subject of menstruation is a taboo among the villages and people don't like to talk about it. Bablu was going on experimenting with the sanitary napkin because of his sordid obsession with it, and so neighbors and friends leave him. സ്ത്രീകൾക്ക് വില കുറഞ്ഞ സാനിറ്ററി നാപ്കിനുകൾ നിർമ്മിക്കുന്നതിനുള്ള അമിതമായ അഭിനിവേശം കാരണം ബബ്ലുവിന്റെ അയൽക്കാരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നു. ആർത്തവം എന്ന വിഷയം ഗ്രാമവാസികൾക്കിടയിൽ ഒരു നിഷിദ്ധ വിഷയമായിരുന്നു. ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സാനിറ്ററി നാപ്കിനോടുള്ള അമിതമായ അഭിനിവേശം കാരണം ബബ്ലു അതിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നു. അതിനാൽ അയൽക്കാരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വൈ ഡസ് ബബ്ലു കണ്ടിന്യൂ ഹിസ് എക്സ്പെരിമെന്റ്സ്? എന്തുകൊണ്ടാണ് ബബ്ലു തന്റെ പരീക്ഷണങ്ങൾ തുടരുന്നത്? ബബ്ലു കണ്ടിന്യൂസ് ഹിസ് എക്സ്പെരിമെന്റ്സ് ബിക്കോസ് ഹി വാണ്ട്സ് ടു മേക്ക് സാനിറ്ററി നാപ്കിൻസ് അഫോർഡബിൾ ഫോർ വുമൺ. എ പാക്കറ്റ് ഓഫ് 10 pads costs Rs40. His wife and his sister are using rags instead of clean sanitary napkins. The use of rags can cause serious health problems to women who use them, but they can afford to buy sanitary napkins every month. സ്ത്രീകൾക്ക് സാനിറ്ററി നാപ്കിനുകൾ താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബബ്ലു തന്റെ പരീക്ഷണങ്ങൾ തുടരുന്നത്. 10 പാഡുകളുടെ ഒരു പാക്കറ്റിന് 40 രൂപയാണ് വില. അദ്ദേഹത്തിന്റെ ഭാര്യയും സഹോദരിയും വൃത്തിയുള്ള സാനിറ്ററി നാപ്കിനുകൾക്ക് പകരം തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്നു. തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്നത് അവ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാൽ എല്ലാ മാസവും സാനിറ്ററി നാപ്കിനുകൾ വാങ്ങാൻ അവർക്ക് കഴിയില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് അക്കോർഡിംഗ് ടു മുരുകാനന്ദം ഇസ് ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ? മുരുകാനന്ദത്തിന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശം, ലക്ഷ്യം എന്താണ്? According to Muruganandam, the purpose of education is empowering people. After education, one does not have to beg for jobs. Educated people should try to find solutions to social problems and create jobs for themselves and others. You need education and knowledge to identify the problems. Once you are educated, convert every problem into an opportunity and come out with a solution, an invention. മുരുകാനന്ദത്തിന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ആളുകളെ ശാക്തീകരിക്കുക, എംപവർ ചെയ്യുക എന്നുള്ളതായിരുന്നു. വിദ്യാഭ്യാസത്തിന് ശേഷം ഒരാൾ ജോലിക്കായി യാചിക്കേണ്ടതില്ല. വിദ്യാസമ്പന്നരായ ആളുകൾ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും അവർക്കും മറ്റുള്ളവർക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കണം. പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് വിദ്യാഭ്യാസവും അറിവും ആവശ്യമാണ്. നിങ്ങൾ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഒരു അവസരമാക്കി മാറ്റുക, ഒരു പരിഹാരം, ഒരു കണ്ടുപിടുത്തം എന്നുമായി പുറത്തു വരിക. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം, അതുമായിട്ടൊരു പുതിയ കണ്ടുപിടുത്തം നമ്മൾ കണ്ടെത്തണം എന്നാണ് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷന്റെ പേർപ്പസിൽ അദ്ദേഹം പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വൈ ഡിഡ് മുരുകാനന്ദം ബിഗിൻ ടു തിങ്ക് ഓഫ് ഡിസൈനിങ് മെഷീൻസ്? മുരുകാനന്ദം യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹം സ്വന്തമായിട്ട് അത് ഉണ്ടാക്കുന്ന മെഷീൻസ് റെഡിയാക്കുന്നുണ്ട് അല്ലെ, ഉണ്ടാക്കുന്നുണ്ട്, ഡിസൈൻ ചെയ്യുന്നുണ്ട്. അത് ചെയ്യാനുള്ള കാരണം എന്താണ്? മുരുകാനന്ദം began to think of designing machines because of machines that produced sanitary napkins cost at the time. He realized that women could get affordable napkins only if the machinery became less costly. They could be operated by people without much training. അക്കാലത്ത് സാനിറ്ററി നാപ്കിനുകൾ നിർമ്മിക്കുന്ന യന്ത്രങ്ങൾക്ക് കോടിക്കണക്കിന് വില വരുന്നതിനാൽ മുരുകാനന്ദം യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. യന്ത്രങ്ങൾ വില കുറഞ്ഞാൽ മാത്രമേ സ്ത്രീകൾക്ക് താങ്ങാനാവുന്ന വിലയിൽ നാപ്കിനുകൾ ലഭിക്കൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. വലിയ പരിശീലനമില്ലാതെ തന്നെ ആളുകൾക്ക് അത് പ്രവർത്തിപ്പിക്കാനും കഴിയും. അതിലെ അവസാനത്തെ ചോദ്യമായിട്ടുള്ള 5ാമത്തെ ചോദ്യമാണ്, What ideas of Muruganandam impress you the most?
മെൻഷൻ എനി ടു. മുരുകാനന്ദത്തിന്റെ ഏതൊക്കെ ആശയങ്ങളാണ് നിങ്ങളെ ഏറ്റവും ആകർഷിച്ചത്? ഏതെങ്കിലും രണ്ടെണ്ണം പരാമർശിക്കുക. എന്താണ്? Two ideas of Muruganandam that impressed me most were: first one, his idea that the purpose of education, and the second one, his idea that purpose of education is empowering people. After education, one does not have to beg for jobs. Educated people should try to find solutions to social problems and create jobs for themselves and others. You need education and knowledge to identify the problems. Once you are educated, convert every problem into an opportunity and come out with a solution and invention. മുരുകാനന്ദത്തിന്റെ രണ്ട് ആശയങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഒന്നാമത്തെ ഏതാണ്? വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന അദ്ദേഹത്തിന്റെ ആശയം. രണ്ട്, വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ആളുകളെ ശാക്തീകരിക്കുക എന്ന അദ്ദേഹത്തിന്റെ ആശയം. ഇത് രണ്ടുമാണ് എന്നെ ഏറ്റവും കൂടുതലായിട്ട് ആകർഷിച്ചത്. വിദ്യാഭ്യാസത്തിന് ശേഷം ഒരാൾ ജോലിക്കായി യാചിക്കേണ്ടതില്ല. വിദ്യാഭ്യാസമ്പന്നരായുള്ള ആൾക്കാർ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും അവർക്കും മറ്റുള്ളവർക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കണം. പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് വിദ്യാഭ്യാസവും അറിവും ആവശ്യമാണ്. നിങ്ങൾ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഒരു അവസരമാക്കി മാറ്റുക, ഒരു പരിഹാരം, ഒരു കണ്ടുപിടുത്തം എന്നിവയെ നിങ്ങൾ മുന്നോട്ട് വരിക. ആ പാഠഭാഗത്ത് ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ചില ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. 3ഓളം ആക്ടിവിറ്റിയിലുണ്ട്. ആ 3 ആക്ടിവിറ്റിയിലെയും ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ചോദ്യം എന്താണ്? The 3rd of November is observed as a National Internship Day. The English Club of your school plans to conduct an idea generation contest for the Young Innovators Program YIP. You wish to invite Arunachalam Muruganandam as a chief guest. Draft a letter to Mr. Muruganandam seeking his consent and inviting him to the event. എന്താണ്? November 3rd നാഷണൽ ഓണ്ടർഷിപ്പ് ഡേ ആണ്. അതിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ക്ലബ്ബ്, നിങ്ങളുടെ സ്കൂളിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പരിപാടി നടത്തുന്നുണ്ട്, ഒരു ഐഡിയ ജനറേഷൻ കോൺടെസ്റ്റ് നടത്തുന്നുണ്ട് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അരുണാചലം മുരുകാനന്ദനെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതാനാണ് ചോദ്യം. എന്താണ് ഉത്തരം? നമുക്ക് നോക്കാം. എന്താണ്? ആദ്യമായിട്ട് നിങ്ങളുടെ സ്കൂളിന്റെ ഒരു സാമ്പിൾ പേരും അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ കത്ത് എഴുതുന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കത്ത് തുടങ്ങുന്നത്? ഡിയർ മിസ്റ്റർ അരുണാചലം മുരുകാനന്ദം, hello, our school's English club is planning a special day on November 3rd. It's National Ownership Day, and we are having an idea contest for young students called YIP, Young Innovators Program. We want to invite you to be our chief guest. You are a big inspiration to us. You showed how one person can solve a big problem, making affordable sanitary pads and help many people. We believe your story will help our students think amazing new ideas. Could you please come and talk to us? We will make all the arrangements for you. Thank you so much. സിൻസിയർലി എന്ന് പറഞ്ഞിട്ട് താഴെ ഇംഗ്ലീഷ് ക്ലബിന്റെ സെക്രട്ടറിയുടെ പേര്, ക്ലബ് സെക്രട്ടറി എന്ന് കൊടുത്തിട്ടുണ്ട്, സ്കൂളിന്റെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ November 3rd നടക്കുന്ന പരിപാടിക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം? The future of India will be shaped by its youth. The nation needs the efforts of young entrepreneurs for its growth and development. Young men and women should take the initiative to turn challenges into opportunities. Prepare a speech on the topic entrepreneurship, the path to the nation's progress. എന്താണ് പറയുന്നത്? ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാവി അത് നിശ്ചയിക്കുന്നത് യുവത്വങ്ങളാണ്. അതായത് യുവാക്കളും യുവതികളാണ്, ചെറുപ്പക്കാരാണ്. നമുക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് സംരംഭകരുടെ ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രസംഗം തയ്യാറാക്കുക. ഓണ്ടർപ്രണർഷിപ്പ്, ദ പാത്ത് ടു ദ നാഷൻസ് പ്രോഗ്രസ്. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സംരംഭത്വം ആവശ്യമാണ് എന്നുള്ള വിഷയത്തെ കുറിച്ചൊരു സ്പീച്ച് തയ്യാറാക്കാനാണ്. അപ്പൊ എന്താണ് അതിന്റെ ഉത്തരം? നമുക്ക് നോക്കാം. സ്പീച്ച്. ഗുഡ് മോർണിംഗ് എവരി വൺ, എസ്റ്റീംഡ് ഗസ്റ്റ്സ്, ടീച്ചേഴ്സ് ആൻഡ് മൈ ഫെലോ യങ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. അവിടെയുള്ള കൂടിയ ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുന്നു? അഭിസംബോധന ചെയ്യുന്നു, അഡ്രസ് ചെയ്യുന്നു. Today I want to talk about something super important for our country, India. Our country, India, needs us, the young people, to grow and become strong. Think of it like building a big, awesome house. We are the builders. Sometimes we see problems around us, right? Like things that could be better. An entrepreneur is someone who sees a problem and thinks, hey, I can fix that and make something new. For example, if you see people struggling to get clean water, an entrepreneur might invent a simple water filter. This helps people and can even create jobs. Being an entrepreneur means being brave and trying new ideas. It is like being a superhero for our country. Even if an idea doesn't work at first, you learn and try again. So let's all be like young entrepreneurs. Let's look for problems, think of clever solutions, and work hard to make our India amazing and strong. We can do it. Thank you. ഒരു സ്പീച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി അതിലെ ലാസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? മൂന്നാമത്തെ ആക്ടിവിറ്റി. From the story, a phoenix rises, and from the interview, you have gained some insights into Arunachalam Muruganandam's life and achievements. Using the hints given, develop a biographical sketch of the entrepreneur.
ഈ കഥയും ഇതിലെ ഇന്റർവ്യൂവും വായിച്ചിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് നിങ്ങളോട് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. അതിന്റെ ഹെഡിങ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ആ ഫോർമാറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഉത്തരം ഇവിടെ സാമ്പിൾ തന്നിട്ടുള്ളത്. ഹെഡിങ് ടൈറ്റിൽ എന്താ? ദ പാഡ് മാൻ എ ഹെൽപ്പിംഗ് ഹീറോ. Once upon a time, there was a kind man named Arunachalam Muruganandam. When he was a boy, his father passed away and he had to stop going to school to help his family. He worked very hard doing different jobs like helping in a workshop. When Arunachalam grew up and got married, he noticed something important. His wife and many women used old uncomfortable clothes during their periods because proper sanitary pads were too expensive. This made him sad and he wanted to help. So Arunachalam started making his own simple sanitary pads. It was very difficult. People laughed at him and even his family and friends got upset. But Arunachalam didn't give up. He learned that expensive pads used a special kind of soft wood pulp. He then worked hard to invent easy to use low cost machines that could make these pads for everyone. His invention helped millions of women and girls in India to stay clean and healthy. He decided that anyone could use his idea and he sold his machines cheaply to groups of women so they could make and sell pads themselves. Arunachalam, who never finishes school, now teaches at big universities. His amazing story even became a famous movie called Pad Man. He truly became a hero for women's health. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിക്കൽ സ്കെച്ച് ആയിട്ട് നമുക്ക് എഴുതാം.